ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് സെഷൻസ് കോടതി ജാമ്യം കൊടുത്തില്ല. ദുർഗ് സെഷൻസ് കോടതിയിലാണ് കന്യാസ്ത്രീകൾ 2 പേർ ജാമ്യത്തിന് നീങ്ങിയത്. ആ കോടതിയിലെ അവിടുത്തെ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുക്കുന്നതിന് അതിശക്തമായി എതിർത്തു. ആ വാദഗതിക്കിടയിൽ NIA കോടതിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് ബിലാസ്പൂരിലാണ് എന്നും വാദഗതിയിൽ പറഞ്ഞു. ദുർഗ് ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു. ഇതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 1-ാം പ്രതി സിസ്റ്റർ പ്രീതിയാണ്, 2-ാം പ്രതി സിസ്റ്റർ വന്ദന. ഇവരുടെ കൂടെ 3 പേരുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. പക്ഷേ 4-5 വർഷം മുമ്പ് മുതലേ അവർ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരുമാണ്. പക്ഷേ ഇതൊന്നും അവിടെ വില പോയില്ല. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളെ കണ്ടപ്പം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിനാൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ മാനേജർ അവിടെ ബജ്രംഗ് ദൾ ആൾക്കാരെ അറിയിച്ചു. അവരെല്ലാവരും രംഗത്ത് വന്നു. അവിടെ രവി നിഖം എന്ന ഒരു ബജ്രംഗ് ദൾക്കാരിയുടെ മൊഴി വാങ്ങി അവിടെ ദുർഗ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അത് മതം മാറ്റ നിയമവും അതുപോലെ തന്നെ മതം മാറ്റിയവരെ കടത്തിക്കൊണ്ട് പോകുന്ന നിയമവും അതാണ് അവർക്കെതിരായി പ്രയോഗിച്ചത്. സെക്ഷൻ 4 നിർബന്ധിതമായ മനപരിവർത്തനം. അതുപോലെ തന്നെ സെക്ഷൻ 141 BNS അത് കടത്തിക്കൊണ്ട് പോകൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കും. എന്തായാലും സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയുള്ളൂ, ലോവർ കോടതിക്ക് ലഭിക്കില്ല. കാരണം 10 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന വകുപ്പുകളാണ് 143 പഴയ 307 IPC, BNS 143 വകുപ്പിട്ടിരിക്കുന്നത്. അതുപോലെ സെക്ഷൻ 4 ഇട്ടിട്ടുണ്ട്, അത് നിർബന്ധിത മതപരിവർത്തനം. ഈ 2 സെക്ഷൻ കൂടെ ആയപ്പം ജാമ്യം കിട്ടാനുള്ള സാധ്യത മങ്ങി. അവിടുന്ന് NIA കോടതിയിലേക്ക് മാറ്റുന്നു. എന്തുകൊണ്ടാണ് NIA കോടതിയിലേക്ക് മാറ്റുന്നത്? NIA കോടതിയുടെ രൂപീകരണം നാഷണൽ ഈ നിയമസംഹിത ഉണ്ടാക്കാൻ കാരണം മറ്റു ചില ഒഫൻസിൻ്റെ പരിധി കൊണ്ടുവരാൻ വേണ്ടിയിട്ടതാണ്. പക്ഷേ അവിടെ NIA കോടതി ഈ മതപരിവർത്തന കേസുകൾ നോക്കുമ്പം അതിന് സാങ്കത്യമുണ്ടോ ഇല്ലയോ എന്ന കാര്യം വേറെ, നിയമപരമായി അവർക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ NIA കോടതിയിലെ ജാമ്യം കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ജില്ലാ കോടതി അത് NIA കോടതിയിലേക്ക് പോകുമെന്ന് പറയുമ്പം അവിടെ ജാമ്യത്തിന് മൂവ് ചെയ്യണം. ആ ജാമ്യത്തിന് സാധാരണഗതിയിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കന്യാസ്ത്രീമാരെ അവിടുത്തെ നിയമം അനുസരിച്ച് ഛത്തീസ്ഗഡിലെ അവിടുത്തെ ബജ്രംഗ് ദളുടെ ആൾക്കാരുടെ പിന്നാലെയാണ് അവിടുത്തെ പോലീസ്. മുഖ്യമന്ത്രി എന്നയാൾ BJPയിലും അതുപോലെ തന്നെ RSSലും പ്രവർത്തിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി, അദ്ദേഹത്തിന് ഇപ്പോൾ 61 വയസ്സുണ്ട്. അദ്ദേഹം 4ാമത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് അവിടെ വരുന്നു. നേരത്തെ അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹം BJPയിലും RSSലും മെമ്പർഷിപ്പുള്ള ആളാണ്. അദ്ദേഹമാണ് ഛത്തീസ്ഗഡിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം ജയിച്ചത് കുൻകൂർ എന്ന സ്ഥലത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ അദ്ദേഹം MP ആയിരുന്നു, പാർലമെൻറ്റിലുണ്ടായിരുന്നു. അരുൺ സായി ശർമ്മ എന്ന ആളാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി. 2 പേരും BJPക്കാരും RSSകാരും തന്നെയാണ്. അതിനകത്ത് രസകരമായ ഒരു കാര്യം, ഈ വിഷ്ണു ദിയോ സായി എന്നയാൾ അത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കുൻകുറി എന്ന സ്ഥലത്തെ ലയോള കോളേജിലാണ്. ക്രിസ്ത്യൻസ് നടത്തുന്ന ലയോള കോളേജിൽ തന്നെയാണ് അദ്ദേഹം പഠിച്ചു വന്നത്. കാരണം അവിടെയൊക്കെ ഒരു ഹയർ വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലുള്ള സ്ഥലത്ത് പോയേ പഠിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെയുള്ള ഒരു സ്ഥാപനങ്ങളും അവിടെ വളരെ റെയറാണ്. അതുകൊണ്ട് കൻവർ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾ തന്നെയാണ് വിഷ്ണു ദിയോ സായി എന്ന മുഖ്യമന്ത്രി. അദ്ദേഹം പോലീസിൻ്റെ പണി ചെയ്യും, അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രസ്താവനകൾ കണ്ടു. ഈ കേസിൻ്റെ സെഷൻസ് കോടതിയിലെ ജാമ്യാപേക്ഷയിൽ പരിഗണിച്ചപ്പം അവിടുത്തെ പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് എതിർത്തു. രണ്ടാമത് ബജ്രംഗ് ദളിൻ്റെ 5 അഡ്വക്കേറ്റ്സുമാർ വന്ന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വന്ന് വാദിച്ചു. എങ്ങനെയാണ് ഓരോരുത്തരും തോന്നിയ ദിവസം അവിടെ വന്ന് വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ബജ്രംഗ് ദളിന് വേണ്ടിയിട്ട് 5 അഭിഭാഷകരും കോടതിയിലെത്തി ജാമ്യത്തിന് കൊടുക്കുന്നതിന് അതിശക്തമായി എതിർത്തു. ഛത്തീസ്ഗഡിലെ വർഷങ്ങളായി ക്ലിനിക്ക് നടത്തുകയാണ് ഈ കന്യാസ്ത്രീകൾ.
അതുകൊണ്ടാണ് അവർക്കവിടെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അവിടെ ഒരു ക്ലിനിക്കുണ്ട് അവർക്ക്. പലരും ആദിവാസികളും മറ്റവരും വന്ന് ചികിത്സിക്കുന്നത്, അവർക്ക് മരുന്ന് ലഭിക്കുന്നതൊക്കെ ഈ ക്ലിനിക്കിനാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര പുരോഗമനമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷം ജനങ്ങളും ആദിവാസി വർഗത്തിൽപ്പെട്ടവരാണ് ഛത്തീസ്ഗഡിൽ. ഏതായാലും നിർബന്ധിത മതപരിവർത്തനവും കടത്തിക്കൊണ്ട് പോകലും എന്ന വകുപ്പിട്ടിരിക്കുന്നത് കൊണ്ട് അത് NIA കോടതിയിലേക്ക് പോകും. അതുകൊണ്ട് ജാമ്യം കിട്ടാനായിട്ട് താമസിക്കും. കാരണം NIA കോടതി അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ പോയെങ്കിൽ മാത്രമേ അവിടുത്തെ ഹൈക്കോടതിയിലും അവിടുത്തെ സുപ്രീം കോടതിയിൽ പോകാൻ താമസം നേരിടും. വളരെയധികം കാലതാമസം ഉണ്ടാവും. ഏകദേശം ഈ സിസ്റ്റേഴ്സ് 1 വർഷം വരെ അവിടെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ ജാമ്യം കിട്ടാനും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബജരംഗ പ്രവർത്തകരുടെ നേതാവായ ലേഡി അവരാണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവർ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ SHOയുടെ മുമ്പിൽ വെച്ച് ഇവരെ മർദ്ദിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു. അവരെ ബജരംഗ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അവിടെ കാണിച്ച പ്രകടനം എന്താണെന്ന് നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ടു. അതിന് ബദലായ വാദഗതികൾ പലരും ഇവിടെ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്നത് കണ്ടു. ഈ സ്ത്രീയാണ് അവിടെ കൊണ്ടുപോയിട്ട് സിസ്റ്റേഴ്സിനെ മർദ്ദിച്ചു. പോലീസ് അവിടുത്തെ SHOയുടെ സാന്നിധ്യത്തിലാണ് മർദ്ദിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ മർദ്ദിച്ചു. അവരെ ഒറിജിനൽ ജാതി പറഞ്ഞിട്ട് മതം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് എടുപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഒരു കുട്ടിയുടെ ഫാദർ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് എന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും രാഷ്ട്രീയപരമായി ക്രിസ്ത്യൻസിന് എതിരായിട്ടുള്ള നീക്കം ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ ദൂരവ്യാപകമായ ഫലം, അതിന് വിപരീത ഫലം BJPക്ക് ഉണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികളാകെ മാറി. ഈ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ ചിന്തകൾ മാറിയിട്ടുണ്ട് ക്രിസ്ത്യൻസിൻ്റെ. അത് ഏതായാലും BJPക്ക് ഗുണകരമല്ല. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണകരമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിശക്തമായ രീതിയിലാണ് ഇടതുപക്ഷം പ്രതികരിച്ചത്. അതിന് ജോർജ് ബ്രിട്ടാസ് MP അവിടെ ഛത്തീസ്ഗഡിൽ ചെന്ന് കന്യാസ്ത്രീമാരെ കണ്ട്, മറ്റ് MP മാരും ഉണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് അവിടെ മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ തന്ത്രപരമായ നല്ലൊരു നീക്കം തന്നെയാണ്. കാരണം BJPയിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ള ആൾക്കാർ മടങ്ങിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു അറസ്റ്റ് തീർച്ചയായിട്ടും കേരളത്തിലെ BJPക്ക് എതിരായ നീക്കം അതിശക്തമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കന്യാസികളെ മർദ്ദിച്ച ആ ബജരംഗ നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരായിട്ട് അവിടെ കേസെടുക്കാനുള്ള നടപടി തുടങ്ങണം. പോലീസ് സ്റ്റേഷനിലെ അവരാണ് SHOയുടെ റോള് കാണിച്ചത്. ഈ ആൾക്കാരെയും കന്യാസ്ത്രീമാരെയും ആ പാവപ്പെട്ട പെൺകുട്ടികളെ ഇവർ മർദ്ദിച്ചു. ഒരു പെൺകുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജ്യോതി ശർമ്മ 1-ാം പ്രതിയായിട്ടും അവിടുത്തെ SHO അവിടുത്തെ പോലീസുകാരും പ്രതിയായിട്ട് അടിയന്തരമായിട്ട് അവിടെ കേസെടുക്കാനുള്ള ആ സിസ്റ്റേഴ്സിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവിടെയുള്ള മലയാളികളോ തയ്യാറാകണം. കാരണം ഇങ്ങനെയുള്ള കേസിന് അവിടുത്തെ പോലീസ് കേസെടുത്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെയല്ല. അവിടുത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ TTRും അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററും ഇതിനകത്ത് അയാളാണ് ഈ ബജറംഗ് ദളക്കാരെ വിളിച്ചു വരുത്തി ഇവരെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമം. അപ്പോൾ അയാളെയും കൂടെ പ്രതിയാക്കേണ്ടി വരും. സ്റ്റേഷൻ മാസ്റ്റർ ആരാണ് അവരെ ഈ സിസ്റ്റേഴ്സിനെ ഈ പെൺകുട്ടികളെയും പിടിച്ച് ബജറംഗിനെ ഏൽപ്പിച്ച് അയാൾ 1-ാം പ്രതിയായിട്ട് വരണം. അവിടുത്തെ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇവരെ മർദ്ദിച്ചവരെ പ്രതിയാക്കി കേസെടുക്കണം. അവരെ കൂട്ടുനിന്ന SHO പ്രതിയായിട്ട് കേസെടുക്കണം. അങ്ങനെയുള്ളൊരു നീക്കം, കൗണ്ടർ നീക്കം തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് അടിയന്തരമായി ചെയ്യുന്നതാണ് ഉചിതമെന്ന് കരുതുന്നു. കാരണം സിസ്റ്റേഴ്സ് രണ്ടും കുറച്ച് നാൾ കൂടെ ജയിലിൽ കിടക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം സെക്ഷനൊക്കെ മാറി അത് NIA കോടതി എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടം വരെ എത്താൻ കാരണം ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള ബജറംഗിൻ്റെ നീക്കം തന്നെയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. പ്രോസിക്യൂഷൻ ഈ സിസ്റ്റേഴ്സിന് എതിരാണ്. ഇതേ രീതിയിലുള്ള ഒരു കേസ് നമുക്ക് തൃശ്ശൂരുണ്ടായിട്ടുണ്ട് 2021. അത് കോടതി പ്രഥമ ദൃഷ്ടിയെ തന്നെ കേസ് നിലനിൽക്കുന്നില്ല എന്ന് തള്ളിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായി NIA കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ട് അതിൻ്റെ അപ്പീൽ അവിടുത്തെ ഹൈക്കോടതിയിൽ പോകണം. അവിടെ നിന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകുമ്പം അങ്ങനെ പോയി വരുമ്പം മാസക്കണക്കിന് ഇവരവിടെ കിടന്നേ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം.